മൂന്നാം മോദി സർക്കാരിൻ്റെ മൂന്നാമത്തെ ധനകാര്യ ബജറ്റ് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഒട്ടും സഹായകരമല്ല എന്ന് മനസ്സിലാക്കാൻ ബജറ്റിൻ്റെ അടങ്കൽ തുക കാര്യക്ഷമമായി വളർന്നിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം ബജറ്റ് തുകയായി പ്രഖ്യാപിച്ച 50.65 ലക്ഷം കോടി രൂപ ബജറ്റ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ 1 ലക്ഷം കോടി രൂപ കുറഞ്ഞ് 49.65 കോടിയായി മാറി. അങ്ങനെ ബജറ്റ് ചുരുങ്ങലിൻ്റെ ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം കടന്നുപോയത്. പുതിയ ബജറ്റിൽ അടങ്കൽ തുകയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് 53.47 ലക്ഷം കോടി രൂപയാണ്. നമ്മുടെ രാജ്യം ഒരു വശത്ത് വലിയ സാമ്പത്തിക കുതിപ്പിലാണെന്ന് പറയുമ്പോഴും രാജ്യം എത്രമാത്രം കടക്കണിയിലാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമായി കേന്ദ്ര സർക്കാർ കാണുന്നത് കടമെടുത്തുകൊണ്ടുള്ള തുകയാണെന്ന് മനസ്സിലാവും. നമ്മുടെ ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നു, കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ കടമെടുത്തത്, ബജറ്റിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കടമെടുത്തത് 15.6 ലക്ഷം കോടി രൂപയാണെങ്കിൽ അടുത്ത വർഷം അവർ 17 ലക്ഷം കോടി രൂപ കടമെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് 47,000 കോടി രൂപ കണ്ടെത്തുമെന്ന് പറഞ്ഞത്, അങ്ങനെ വിറ്റ് കിട്ടിയ തുക 33,837 കോടി രൂപയായിരുന്നു. അടുത്ത വർഷം 80,000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാൻ തയ്യാറെടുക്കുന്നു എന്നും ഈ ബജറ്റ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനിയും ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമായി മുമ്പ് പറഞ്ഞ കടമെടുക്കലിൻ്റെ തോത് എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ 100 രൂപ ആണ് കേന്ദ്ര സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സെങ്കിൽ അതിൽ 24 രൂപയും അവർ കടമെടുത്താണ് കണ്ടെത്തുന്നത്. ഇൻകം ടാക്സിലൂടെ 100 രൂപയിൽ 21 രൂപയും കോർപ്പറേറ്റ് ടാക്സിലൂടെ 18 രൂപയും കിട്ടുമ്പോൾ സർക്കാരിൻ്റെ ചെലവ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ സർക്കാർ ആരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവും. നോക്കൂ, രാജ്യത്തെ ഏറ്റവും അധികം ആളുകൾ തൊഴിൽ അന്വേഷണം നടത്തുന്ന കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഈ സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് 1.63 ലക്ഷം കോടി രൂപയാണ്. ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി രാജ്യത്തെ 147 കോടി ആളുകൾക്ക് മാറ്റിവെച്ച തുക കേവലം 1,05,000 കോടി രൂപയാണ്. ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ 62,362 കോടി രൂപ മാത്രമേ മാറ്റിവെച്ചിട്ടുള്ളൂ. നോക്കൂ, 147 കോടി ആളുകൾ ജീവിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കാകെ 62,362 കോടി രൂപയാണ് ഒരു വർഷത്തെ ക്ഷേമ പദ്ധതികൾക്ക് മാറ്റിവെച്ചതെങ്കിൽ കേരളം ജനസംഖ്യയിൽ ഏതാണ്ട് 3.5% മാത്രം വരുന്ന കേരളം 14,500 കോടി രൂപ മാറ്റിവെച്ചു എന്നതിൽ നിന്നും എത്രമാത്രം കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് സാധാരണക്കാരിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന് മനസ്സിലാവും. മറ്റൊരു കാര്യം, എങ്ങനെയാണ് കേരളത്തിലെ ബജറ്റ് ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഒരു വശം സഹായിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിൻ്റെ നിലപാട് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൻ്റെ അടങ്കൽ തുകയും ഇന്ത്യയിലെ ജനസംഖ്യയും തമ്മിൽ തട്ടിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഓരോ ഇന്ത്യക്കാരനും വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു വർഷം 36,375 രൂപ മാത്രമാണ് ബജറ്റിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നെങ്കിൽ, മാറ്റിവെക്കാൻ ശ്രമിക്കുന്നെങ്കിൽ കേരളത്തിന് മറ്റ് ആരോഗ്യകരമായ ഒരു കഥയാണ് പറയാനുള്ളത്. കേരളത്തിലെ ഓരോ ജനത്തിന് വേണ്ടിയും കേരള ബജറ്റ് 69,135 കോടി രൂപ മാറ്റിവെക്കുന്നു. ചുരുക്കത്തിൽ കേന്ദ്ര ബജറ്റ് ഒരു വശത്ത് വലിയ സാമ്പത്തിക വളർച്ച ഉണ്ട് എന്ന് കണക്കുകൾ കൊണ്ട് കണക്കിലെ കളി പോലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ
അവരുടെ വിലക്കയറ്റത്തെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ, കാർഷിക മേഖലയെ പരമാവധി സഹായിക്കുന്ന കാര്യത്തിൽ, പുതിയ തൊഴിൽ അന്വേഷകരെ തൊഴിൽ കൊടുത്ത് സഹായിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ തരത്തിലുള്ള ഒളിച്ചോട്ടങ്ങൾ നടത്തുന്നു. അതേസമയം പ്രതിരോധ മേഖലയ്ക്കൊക്കെ വേണ്ടി വലിയ തുക മാറ്റിവെക്കാൻ കേന്ദ്ര സർക്കാർ ഒട്ടും മടിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ബജറ്റും സംസ്ഥാനങ്ങളോട്, പ്രത്യേകിച്ച് കേരളത്തോടുള്ള അവഗണനകൾ തുടരുമ്പോൾ തന്നെ സാധാരണ ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ബജറ്റാണ് എന്നത് വളരെ വ്യക്തമാണ്.